എന്താ അസുഖം ജോണിന്? ഓ, വല്ലാത്ത ചുമയാ. എനിക്ക് ഇന്നലെ പള്ളിയും പൊതിയവും കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ മുതൽ ഒരു പ്ലഷറാണ്. പ്ലഷറിന് ഒരു ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് ചോദിക്കാനാണ് വന്നത്. എന്താ അസുഖം? എൻ്റെ അസുഖം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ വേണം? ഡോക്ടറാണോ? Next patient, please. How can I help you, sir? എനിക്ക് പ്ലഷറാണ്, കൂടാതെ നെഞ്ചുവേദനയുണ്ട്. എനിക്കൊരു ഡോക്ടറെ കാണണം. അല്പം വെയിറ്റ് ചെയ്യുവോ? ഡോക്ടർ ജോൺസൺ അല്പസമയത്തിനുള്ളിൽ വരും. ഡോക്ടർ എങ്ങനെയുണ്ട്? അദ്ദേഹം കാണാൻ നല്ല സുന്ദരനാണ്. മോഹൻലാലിനെ പോലിരിക്കും. അതല്ല ഞാൻ ചോദിച്ചത്, ഡോക്ടർ ചികിത്സിക്കുന്ന നല്ല ആളാണെന്നാണ് ചോദിച്ചത്. ഓ, അത് ശരി. കള്ളം പറയരുതെന്ന് കുര്യാക്കോസ് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഉള്ളത് പറഞ്ഞാൽ എൻ്റെ ജോലി പോകും. കള്ളം പറഞ്ഞാൽ നിങ്ങളുടെ ജീവന് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. നെക്സ്റ്റ് പേഷ്യൻ്റ് പ്ലീസ്. എനിക്ക് ഡോക്ടർ മാത്യുവുമായിട്ടൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഡോക്ടർ മാത്യു വരാൻ അല്പം വൈകും. അദ്ദേഹത്തിൻ്റെ മറ്റേ ഓഫീസ് ഇവിടെ അടുത്താണ്. ഡോക്ടർ വേറെ ഓഫീസുണ്ടോ? അപ്പോൾ എനിക്ക് അവിടെ പോയി കാണാമോ? അദ്ദേഹം അവിടെ രോഗികളെ ചികിത്സിക്കുന്നില്ല. ഹോസ്പിറ്റലുമായി ബന്ധമുള്ള ഒരു ബിസിനസ് ആണെന്നേ ഉള്ളൂ. എന്ത് ബിസിനസ്സാണ്? റീഹാബോ മെഡിക്കൽ ലാബോ വല്ലതുമാണോ? അതൊരു ശവപ്പെട്ടി കച്ചവടമാണ്. ഓ മൈ ഗോഡ്. Elikutti? Is there an Elikutti John here? Auntie, she's calling you. Excuse me, ma'am. I am not Elikutti. I am Elikutti John. എലിക്കുറ്റി കായിൻ്റെ മോള്. ഇന്ന് പുതിയൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട്. അവർക്ക് 75 വയസ്സാണ്. കോവിഡാണ്. She's 75 and she has COVID? Then why is she here? I don't want to get sick. അവർക്ക് എൻ്റെ അമ്മയുടെ പ്രായമുണ്ട്. നമുക്ക് എങ്ങനെ ചികിത്സിക്കാതിരിക്കാൻ പറ്റും? I'm too young to die. I don't want to go near her. നീ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് കാലിന് വല്ലാത്തൊരു വേദന. എന്തു പറ്റി? ഞാൻ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ് കാല് ട്വിസ്റ്റ് ചെയ്തു. ഓ ചേട്ടാ, എനിക്ക് ഉറപ്പാണ് ചേട്ടൻ്റെ ഫിലമെൻ്റ് പൊട്ടിയതാ. എൻ്റെ ഹസ്ബൻഡ് 2 പ്രാവശ്യം വോളിബോൾ കളിച്ച് ഫിലമെൻ്റ് പൊട്ടിയതാ. ഇത് ഉറപ്പാ ചേട്ടാ, ചേട്ടൻ്റെ ഫിലമെൻ്റ് പോയതാ. It's not filament. It's ligament. ഓ, they all are same. ഹലോ അമ്മേ, മരുന്ന് കിട്ടിയോ? ഇന്ന് രാവിലെ ആഹാരം കഴിച്ചോ? ഒന്നും കഴിച്ചില്ല മോളെ. എല്ലാവർക്കും കോവിഡിനെ പേടിയാ. എനിക്ക് കോവിഡ് ആയതുകൊണ്ട് ജോലിക്കാരി അങ്ങ് പോയി. അമ്മേ, നമ്മുടെ അടുത്ത വീട്ടിലെ ലീലാൻറ്റി ഒന്ന് വിളിക്കാമോ? അവൾ ഇന്നലെ വന്നിരുന്നു മോളെ. എനിക്ക് ആഹാരം കൊണ്ട് തന്നു. ഒരു രുചിയുമില്ല, എനിക്ക് വിശപ്പുമില്ല. ഞാൻ സീമയെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ എപ്പോഴും ബുദ്ധിമുട്ടിക്കും മോളെ. നീ കുറച്ച് ദിവസത്തേക്ക് അവധി എടുത്ത് ഇങ്ങോട്ട് വരാമോ? ഒക്ടോബർ ഗീതയുടെ കല്യാണത്തിന് വരണ്ടേ? ടിക്കറ്റിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. 2 യാത്രയും കല്യാണ ചെലവും എങ്ങനെ താങ്ങാനാമേ? ഇപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിലും ഗീതയുടെ കല്യാണത്തിന് സഹായിക്കാൻ മറക്കല്ലേ.
എൻ്റെ അവസ്ഥ ഓർത്ത് മോളൊന്നും വിഷമിക്കണ്ട. ഓക്കെ അമ്മേ. ആൻറ്റി വിഷമിക്കണ്ട, ഞാൻ ആൻറ്റിയെ നോക്കിക്കൊള്ളാം. വളരെ സന്തോഷമുണ്ട് മോളെ. നിന്നെ കാണുന്നത് എൻ്റെ മോളെ കാണുന്ന പോലെയാ എനിക്ക്. ഇന്നലെ രാത്രി എനിക്ക് വല്ലാത്ത വിറയലും ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു. പലതവണ ബെല്ലടിച്ചിട്ടും ആരും വന്നില്ല. ഇന്ന് രാത്രി മോൾ ഇവിടെ നിൽക്കാമോ? എനിക്കറിയില്ല. വീട്ടിൽ 3 വയസ്സുള്ളൊരു മകളുണ്ട്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ജയ, എനിക്കിവിടെ ജോലി ചെയ്ത് മടുത്തു. രാവിലെ തുടങ്ങിയിട്ട് 10 മണിക്കൂറായി, ഒന്നിരുന്നില്ല ഇതുവരെ. മേരി, സാറാമ്മയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുത്തോ? ഓ മൈ ഗാഡ്, ഞാനങ്ങ് മറന്നുപോയി. ഞാൻ ഇപ്പോൾ പോയി കൊടുക്കാം. എൻ്റെ അമ്മ! എൻ്റെ സിസ്റ്ററെ, എനിക്ക് എന്തിനാണ് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തത്? എനിക്ക് ടാബ്ലറ്റ് മാത്രമല്ലേ ഉള്ളൂ. ഓ, അത് ഓർഡർ മാറ്റി ഡോക്ടർ ഇഞ്ചക്ഷൻ ആക്കി. ജയ, ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോവാ. നാളെ ഞാൻ 2 വീക്സ് നോട്ടീസ് കൊടുക്കും. അയ്യോ മേരി, നീയും പോവാണോ? പിന്നെ ഇവിടെയുള്ള പേഷ്യൻസിനെ എല്ലാം ആര് നോക്കും? നമ്മൾ എന്തിനു വിഷമിക്കണം? ഞാനൊരു ട്രാവലിംഗ് നേഴ്സ് ആകാൻ പോവാ. ഇവിടെ കിട്ടുന്നതിൻ്റെ ഇരട്ടി പേ കിട്ടും അവിടെ. സോ ജയും കൂടെ വാ, ട്രൈ ചെയ്യേ. നമ്മൾ പോയാൽ ആരും കോവിഡ് വാർഡിലേക്ക് പിന്നെ വരില്ല. അപ്പോൾ കൂടുതൽ പേഷ്യൻസ് കഷ്ടത്തിലാകും. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. Come in. Hi, Miss John. How can I help you? Hey, I'm hungry. No eat. Do you want something to eat? No eat, no throat. Yesterday milk, today. Do you understand? No, not really. Do you know what she means? She's saying yesterday's milk today. Oh, I know. She's asking for yogurt. മോളെ, ഇപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിലും ഗീതയുടെ കല്യാണത്തിന് സഹായിക്കാൻ മറക്കല്ലേ. ഓക്കെ അമ്മേ. അമ്മേ, ഒരു പേഷ്യൻ്റ് വിളിക്കുന്നു. ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് വളരെ ആശ്വാസമുണ്ട്. Hello, Molly. Are you okay? Are you good? Ready to go to bed? Mommy, will you come
tonight. You didn't come last night either. I want to sleep with you tonight. നോക്കട്ടെ മോളെ. Thank you for saving my mom's life. There are many sick and elderly in our community that depends on the services and sacrifices of people like Nurse Jaya. Let us salute them. Serving others is serving God.